തന്നെ നാടൻ ഇഞ്ചിയാണ് എടുക്കുന്നത്. വെളുത്തുള്ളി, അടുത്തത് നാരങ്ങ, അടുത്തത് കുരുമുളക് പൊടി, അടുത്തത് ഗരം മസാല പൊടി. ഗരം മസാല പൊടി നമ്മുടെ മിക്സിംഗ് ആണ്, നമ്മൾ പൊടിച്ചെടുത്തതാണ്. ഇത് നാടൻ സ്റ്റൈലിൽ പൊടിച്ചെടുത്തതാണ്. ഇത് നാടൻ തൈരാണ്, നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നാടൻ തൈര്. ഓക്കെ. അടുത്തത് വിനീഗറാണ് ചേർക്കേണ്ടത്. ഇത് ഇപ്പോൾ നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി അത് അരിഞ്ഞിട്ട് അതിൻ്റെ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അതിനുശേഷം നമ്മൾ കാണിച്ച മസാലകളൊക്കെ മിക്സിയിൽ അരച്ചെടുത്ത് അത് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. സമയം എത്രയായാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ചിക്കൻ അത് മസാലകളൊക്കെ നമ്മൾ അരച്ചു വെച്ച മസാലകളൊക്കെ ചേർത്ത് അടിപൊളിയായിട്ട് മസാല മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്. ഇത് നമ്മൾ എന്നിട്ട് ഒരു 2-3 മണിക്കൂറെങ്കിലും നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് പാചകം ചെയ്യാൻ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് അതിൻ്റെ മസാലകളൊന്നും കറക്റ്റായിട്ട് അതിലേക്ക് ചേർന്നിട്ടുണ്ടായിരിക്കില്ല. ചുരുങ്ങിയത് 3 മണിക്കൂറെങ്കിലും നമ്മളത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ ഇപ്പോൾ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിന് മേലെ നമ്മൾ ഉരുളി വെച്ച് പാചകം ചെയ്യാൻ വേണ്ടി ഈ ഉരുളിയിലാണ് നമ്മൾ അടുത്തത് ചിക്കന് പാചകം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം 3 മണിക്കൂറായിട്ടുണ്ട് ചിക്കൻ. നമുക്ക് അടുത്ത് ഇതിലേക്ക് പാചകം ചെയ്യാൻ വേണ്ടി എടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടാവുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഇപ്പോൾ നമ്മുടെ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നാടൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചൂടായ എണ്ണയിലേക്ക് വെക്കുകയാണ്. ഓരോ പീസുകളായിട്ട് നമ്മൾ വെക്കുകയാണ്. ചൂടാൻ പാടില്ല, ഒരു ചെറിയ ചൂടാണ് നമ്മൾ ഇത് വെക്കേണ്ടത്. തീ കുറച്ചൊന്ന് കുറച്ച് വെക്കാം. അതിനുശേഷം എല്ലാ പീസുകളും നമ്മളിലേക്ക് എണ്ണയിലേക്ക് ഇടുകയാണ്. എണ്ണയ്ക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മസാലയുടെ മണം നമുക്ക് കിട്ടും. ആ ഉൾപ്പെട്ട മസാലയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ചിക്കന് ഒരു ചെറിയ ചൂടിൽ നന്നായി വെന്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. ചെറിയ ചൂടിലാണ് നമുക്ക് ഇത് ചൂടാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പീസായിട്ട് ചിക്കൻ മറിച്ചിടാണ്. ഓരോ പീസുകളായിട്ട് എടുത്ത് നമുക്ക് മറിച്ചിടാം. ചിക്കപ്പ് വരുന്നുണ്ടാവും നേരമായിട്ട്. നല്ല ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി നമ്മുടെ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാണ്.
ഗാർണിഷ് ചെയ്ത് വെച്ച ചിക്കൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി